ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല, ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ഒരു ദിവസം അല്ലേ. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നല്ലൊരു യാത്ര പോവുക എന്നുള്ളതാണ്. അപ്പോൾ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല, എങ്ങോട്ട് യാത്ര പോകാനാണ്, ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടിയുടെ ഒക്കെ ഇടയിൽ നമ്മളൊരു യാത്ര പോവുക. നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ അധികം ആരും അറിയാത്ത അല്ലെങ്കിൽ വളരെ ഫേമസ് അല്ലാത്ത എന്നാൽ വളരെ മനോഹരമായ ആംബിയൻസ് നൽകുന്ന ഒരുപാട് പ്രദേശങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ. ആ സ്ഥലങ്ങളിലൂടെ നമ്മുടെ വണ്ടിയെടുത്ത് ഒന്ന് കറങ്ങുക. നല്ല രസകരമായ ആംബിയൻസ് ആയിരിക്കും. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞ് നല്ല പച്ചപ്പൊക്കെ പിടിച്ചു നിൽക്കുന്ന പ്രദേശം പാലക്കാട്, വയനാട്, അതുപോലെ ഇടുക്കിയുടെ ഭാഗത്തേക്ക് ചെന്നാൽ വളരെ ഗംഭീരമായ കാഴ്ചയാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ വടക്കനാട് എന്ന സുന്ദരമായ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഞാൻ വെറുതെ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ 2 ഡയലോഗ് അടിക്കാന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കിയതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു യാത്ര പോകുമ്പോൾ ഈ കുറഞ്ഞ നേരമെങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഉള്ള ഒരു ട്രിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും, മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റും. കാടിന്റെ സൈഡിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നല്ല ഓക്സിജൻ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഷാർപ്പാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ രാവിലെ നമ്മൾ മൂഡ് ഓഫ് ആണെന്ന് പറയുമ്പോൾ പുതച്ചു മൂടി ഒരു 10 മണി വരെ കിടന്നുറങ്ങാതെ രാവിലെ എണീക്കുക, കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഫിറ്റ് ആവും, മാനസികവും ശാരീരികമായും നമ്മൾ ഫിറ്റ് ആവും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജീവിതത്തിനൊരു മനോഹാരിത ഉണ്ടാവുക. പലരും പറയാറുണ്ട് ജീവിതം പോയി, ജീവിതം തീർന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പം നമ്മൾ തന്നെ കൂട്ടുകാരായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ പറയാറുള്ള കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ വണ്ടി എടുത്തൊരു യാത്ര പോവുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇനി ബസ്സിനാണെങ്കിലും പല സ്ഥലങ്ങളിലൂടെ പോയി സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സുഖമായിരിക്കും. നമ്മുടെ ഗ്രാമം, നമ്മുടെ ഗ്രാമപ്രദേശം, ആ ഗ്രാമത്തിലെ കൃഷികൾ, ആ ഗ്രാമത്തിലെ ചായക്കട, ആ ചായക്കടയിൽ വന്നൊരു ചായ കുടിച്ച് അതൊക്കെ ഭയങ്കര രസകരമായ ഒരു കാഴ്ചയല്ലേ. അതുപോലെ തന്നെ നല്ല മഴവില്ല് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ ചില സമയത്ത് അതൊക്കെ നമ്മൾ ഈ ബൈക്കിലൂടെ പോയി അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിലൂടെ പോയി അതൊക്കെ നമ്മുടെ ക്യാമറയിലേക്ക് ഒപ്പിയെടുത്ത് പിന്നീട് ഒരു സമയത്ത് അത് കാണാൻ കഴിയുമ്പോഴൊക്കെ ഉണ്ടല്ലോ വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെ നമുക്ക് പിന്നീട് പങ്കുവെക്കാൻ കഴിയുന്നുള്ളതാണ്. ചിലപ്പോൾ ആരോടും പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ തന്നെ ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ഫോണിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അന്ന് ഞാൻ അവിടെ പോയിരുന്നു, എന്ത് രസമായിരുന്ന കാഴ്ചയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒരു യാത്ര ഏറ്റവും ബെറ്റർ ആണ്. അപ്പൊ ഇനിയിപ്പോ മഴയൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ചെറിയ ട്രിപ്പുകളിൽ തുടങ്ങുക. ബിഗിനേഴ്സ് ആയ ആളുകളാണെങ്കിൽ ഇപ്പൊ ലഡാക്ക് ട്രിപ്പ് ആദ്യം തന്നെ ലഡാക്കിലേക്ക് പോവുകയല്ല ചെയ്യേണ്ട, ചെറിയ ചെറിയ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞ് ഒരു ലോങ് ട്രിപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ വണ്ടി അതിനൊരു കപ്പാസിറ്റി ഉള്ള വണ്ടിയാണോ, നമ്മൾക്ക് ഇത്ര നേരം ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിൻ വരുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോയിൽ 2 വീലറിൽ തന്നെ ഒരുപാട് യാത്രകൾ പോയിട്ടുള്ള വീഡിയോസുകളുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രസകരമായ ഫുഡുകൾ കഴിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ.